ഉപദ്രവിക്കാൻ പറ്റും. ഇനി ശാരീരികമായ ഉപദ്രവങ്ങൾ, രോഗങ്ങൾ, അതും പിശാചിലൂടെ ഉണ്ടാകും. വെറും മാനസികമായിട്ട് മാത്രമേ പിശാചിന് ഉപദ്രവിക്കാൻ പറ്റൂ എന്നുള്ള ധാരണ ശരിയല്ല എന്ന് പറയാൻ രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അയ്യൂബ് അലൈഹിസ്സലാം, അദ്ദേഹത്തിന് ഇന്നീ മസ്സനിയ ശൈത്താൻ, അദ്ദേഹം ദീർഘകാലം രോഗിയായി കിടന്നു. കുടുംബം വരെ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു എന്നാണ് ചരിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. അപ്പൊ എന്താണ് അത്രത്തോളം എത്തി? അത് പിശാജ് വരുത്തിയ രോഗം. ലോകത്ത് ഏത് രോഗമുണ്ടോ ആ രോഗത്തിനൊരു കാരണം ഉണ്ടാവും. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ഒരു വൈറസ് അതിന്റെ പിറകിൽ ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, അല്ലേ? ആ കാരണങ്ങളിൽ, എല്ലാ രോഗത്തിന്റെയും കാരണങ്ങളിൽ ഒന്ന് ശൈത്താനാണ്. പനിയാവട്ടെ, ജലദോഷാവട്ടെ, ചുമയാവട്ടെ, മറ്റ് ഏതെങ്കിലും രോഗം, വലിയ വലിയ ക്യാൻസർ ആവട്ടെ, വലിയ വലിയ മാരക രോഗങ്ങളാവട്ടെ, എന്തായിരുന്നാലും ശരി, അതിനൊരു പല കാരണങ്ങൾ കൊണ്ട് ഒരു രോഗമുണ്ടാകാം. എല്ലാ രോഗങ്ങളുടെയും ഒരു കാരണം ശൈത്താനാണ്. മറ്റു കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന രോഗം നമ്മുടെ ചികിത്സ കൊണ്ട് തന്നെ മാറും. ശൈത്താൻ കാരണമായിട്ടുണ്ടാകുന്ന രോഗം മാറാൻ ഡോക്ടർമാരുടെ ചികിത്സ മാത്രം മതിയാവില്ല. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്നഹു ലൈസ ലഹു സുൽത്താനുൻ അലല്ലദീന ആമനു വഅലാ റബ്ബിഹിം യതവക്കലൂൻ. പിശാചിന് സത്യവിശ്വാസികളിലും അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരിലും ആധിപത്യം ഉണ്ടാവുകയില്ല. അപ്പൊ ശൈത്താനെ തോൽപ്പിക്കാനുള്ള ഒന്നാമത്തെ വഴി എന്താണ്? സത്യവിശ്വാസം സ്വീകരിക്കുക, തവക്കുലാക്കുക, അള്ളാഹുൽ ഭരമേൽപ്പിക്കുക. ഏത് സമയത്തും പടച്ചോനെ പറ്റി ഓർക്കുക, പടച്ചോനെ ഏൽപ്പിക്കുക. ഇന്നമാ സുൽത്താനുഹു അലല്ലദീന യതവല്ലൗനഹു വല്ലദീനഹും ബിഹി മുശ്രികൂൻ. അവന്റെ ആധിപത്യം അവനുമായി ബന്ധം പുലർത്തുകയും ശിർക്ക് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരിൽ മാത്രമാകുന്നു. അപ്പൊ ശിർക്കിൽ നിന്ന് ഒഴിവാകുക, ശൈത്താൻ ഇഷ്ടപ്പെട്ട കുറെ പ്രവർത്തനങ്ങളുണ്ട്, അതിൽ നിന്ന് ഒഴിവാകുക. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ എഴുതി വെച്ചിരിക്കുക, ശൈത്താനാണ് രോഗം വരുത്തുന്നത്. അതെ, ഏറ്റവും കടുത്ത രോഗത്തിൽ അയ്യൂബ് അലൈഹിസ്സലാം, കടുത്ത രോഗത്തിൽ അദ്ദേഹം പ്രയാസപ്പെട്ടു എന്ന് വിശുദ്ധ ഖുർആനിലുണ്ട്. അദ്ദേഹത്തെ ശൈത്താൻ ബാധിച്ചു എന്നും ഖുർആനിലുണ്ട്. അന്നീ മസ്സനി